ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യയായ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. ഹെറോദോസിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾക്ക് കാരണം വേറൊരു വ്യക്തിയാണ് എന്ന് വചനത്തിലൂടെ ഈശോ ഒന്ന് ഓർമ്മിപ്പിക്കുക. ആരാണ്? ഹെറോദിയ നിമിത്തം. അവൻ എന്തൊക്കെയാണ് ചെയ്തത്? അവൻ യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചു. അതേപോലെ തന്നെ യോഹന്നാനെ വധിക്കാനായിട്ടും കാരണമാരാണ്? ഈ ഹെറോദിയ. കാരണം രാജാവിന്, ഹെറോദോസിന് യോഹന്നാനെ പേടിയായിരുന്നു. ഒരു പ്രവാചകനായിട്ട് കണ്ട് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത. പക്ഷേ ഈ ഹെറോദിയ നിമിത്തം അവൻ യോഹന്നാനെ കൊല്ലുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ എനിക്ക് നൽകുമ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുക. മറ്റൊരാൾ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരരുത്. ഇഷ്ടംപോലെ വ്യക്തികളുണ്ട് കേട്ടോ, ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുക. എന്തിനാ? നമ്മളെ തെറ്റിലേക്ക് വീഴ്ത്താനായിട്ട്, പാപത്തിന് അടിമപ്പെടുത്താൻ പിശാച് പല രൂപത്തിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട പല രൂപത്തിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരവസരം കിട്ടത്തി നമ്മളെ പാപത്തിന് അടിമപ്പെടുത്തി. ഈ ഒരു ബോധ്യം ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റണം. പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് അവർ കടന്നു വരുന്നത്? ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിനാണെങ്കിൽ നോ പറയാനായിട്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം നോ പറയാൻ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി ഒരു കാര്യം പറഞ്ഞു, തെറ്റായ കാര്യമാണ്, എനിക്കറിയാം, പൂർണ്ണമായ ബോധ്യമുണ്ട് അത് തെറ്റായ കാര്യമാണെന്ന്. പക്ഷേ നമ്മൾ നോ പറയത്തില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഞാൻ നോ പറഞ്ഞാൽ ആ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നോ പറയത്തില്ല. നോ പറയാത്തിടത്തോളം കാലം ഞാനും ആ തെറ്റിന് അടിമപ്പെട്ടു പോവുകയാണ്. എൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുക. ചില സാഹചര്യങ്ങളിൽ നോ പറഞ്ഞ് ചില വ്യക്തികളെ ഞാൻ മാറ്റി നിർത്തണം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഞാൻ പാപത്തിന് അടിമപ്പെട്ടു പോകും. ഈ ഹെറോദോസിനെ പോലെ പല തിന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് മറ്റു പലരും കാരണമായിട്ട് തീരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമുള്ള ബന്ധമാണ്? നന്മയിലേക്ക് നയിക്കുന്നതാണോ അതോ എൻ്റെ ജീവിതം പാപത്തിന് അടിമപ്പെടുത്തുന്നതാണ്? അങ്ങനെയാണെങ്കിൽ അവ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നന്മയിലേക്ക് നയിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ നേടുവാനായിട്ട്, പാപത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റി വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.